പലതരത്തിലുള്ള മുഖംമൂടികൾ ധരിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ചില മുഖംമൂടികൾ വലിച്ചു കീറേണ്ടത് ഈ സമൂഹത്തിന്റെ അനിവാര്യതയാണ്. മൈക്രോ മിനി സ്കർട്ട് ഇട്ട് ഉള്ളിലെ കാര്യങ്ങൾ, ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ റിവീൽ ചെയ്ത് ക്ലീവേജ് കാണിക്കുന്ന ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം. ഈ സ്ത്രീകളെല്ലാം മറ്റേ ആകാശത്ത് വീണ മാലാഖമാരെന്നും പുരുഷന്മാരെല്ലാം ടി രവി ഉമ്മറുവാണെന്നും അല്ല. താങ്കൾക്ക് അങ്ങനെ ലൈംഗിക എന്തോ രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഞാൻ തിരിച്ച് മറുപടി പറയും. താങ്കൾക്ക് ഉത്തേജനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം, എളുപ്പം ട്രീറ്റ് ചെയ്യണം, പെട്ടെന്ന് ശരി. നമ്മുടെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ അവരുടെ നോട്ടം ശരിയാവുന്നില്ല, അവരുടെ വസ്ത്രധാരണം ശരിയാവുന്നില്ല എന്ന് പറയുന്നതിൽ ഇതാണ് നിങ്ങൾ പറയുന്നത് ഇരിക്കുന്നത്. ആ ഒരു വരി മാത്രമേ വ്യത്യാസമുള്ളൂ. ആ നോട്ടം ശരിയാകണം, വസ്ത്രധാരണം ശരിയാകണം. ഇപ്പോൾ താങ്കൾ പറയുന്നത് പച്ച മലയാളത്തിൽ വളച്ചൊടിക്കുക എന്നതാണ്. താങ്കൾ മോശം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. 101% ഞാൻ മതം നോക്കുന്നത്. മറുപടി പറയാനേ തീർത്തോട്ടെ. എനിക്കൊരു മിനിറ്റ് തരൂ. താങ്കൾ പറഞ്ഞ ആ നിലപാടിനോട് ഒരു ലെവലേശം യോജിപ്പില്ല. താങ്കളാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നത്. ആദ്യം യോജിച്ചത് താങ്കളാണ്. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദി മാസ്ക്. ദി മാസ്കിൽ ഇന്ന് സവർണ വലതുപക്ഷ നിരീക്ഷകനും അഭിഭാഷകനുമായ രാഹുൽ ഈശ്വർ. രാഹുൽ, ആർ യു റെഡി? രാഹുൽ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ താങ്കൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എല്ലായ്പ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുള്ളത് നമ്മുടെ എല്ലാ മൗലികാവകാശമായ വസ്ത്രധാരണത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ താങ്കൾ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ താങ്കൾ ആരാണ് രാഹുൽ? ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും വെച്ച് ഒരു വ്യക്തിക്ക്, ഇപ്പൊ ഹണി റോസിന് പേരെടുത്ത് തന്നെ പറഞ്ഞാൽ, കുമാരി ഹണി റോസിന് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും, അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ട്. ഒരാളുടെ വസ്ത്രധാരണത്തില് വിമർശനം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എത്രത്തോളം നിലവാരം കുറഞ്ഞൊരു കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ആ ഡ്രസ്സിന്റെ നിലവാരം എത്രമാത്രം കുറയുന്നു അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം. നിലവാരമുള്ള വസ്ത്രധാരണം എന്താണ് നിലവാരമുള്ള അഭിപ്രായ പ്രകടനം? അതേപോലെ തന്നെയാണ് നിലവാരമുള്ള വസ്ത്രധാരണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കുറച്ചുകൂടെ വളരെ സ്പെസിഫിക്കലി പറയാം. ഇപ്പൊ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുകയാണെങ്കിൽ വിമർശനം ഉണ്ടാവില്ലേ? അത് ഹണി റോസിനെതിരെ ഉണ്ടാകും, അമലാ പോളിനെതിരെ ഉണ്ടാകും. പോട്ടെ, അല്ലെങ്കിൽ അമലാ പോൾ, ഹണി റോസിനെ മാത്രം പറഞ്ഞൊന്നുമില്ല. അമലാ പോൾ നമ്മുടെ സെന്റ് ആൽബർട്ട്സ് തൊട്ടപ്പുറത്തുള്ള സെന്റ്, ആ വിഷയം കണ്ടിരുന്നല്ലോ അല്ലേ? സെന്റ് ആൽബർട്ട്സിൽ പോയ വസ്ത്രത്തിൽ താങ്കൾക്ക് ഒരു പ്രശ്നം തോന്നിയില്ല? ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറയാം. സെന്റ് ആൽബർട്ട്സിൽ അമലാ പോൾ പോയ വസ്ത്രം വളരെ സംയമനത്തോടുള്ള വളരെ നല്ലൊരു വസ്ത്രധാരണമല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ കാണേണ്ടാത്ത അവയവങ്ങൾ അദ്ദേഹം ആ വ്യക്തി കാണിച്ചിട്ടുണ്ട്. 3 സ്ത്രീകളും അത് ശ്രദ്ധിച്ചാൽ. അല്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്ന താങ്കളെ സപ്പോർട്ട് ചെയ്ത് പറയാം. കുറച്ചുകൂടെ ഇത് നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാലും ഇട്ടോ കുഴപ്പമില്ല. അതായത് അമലാ പോളിന് എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടവും ആദരവുമാണ്. ഭയങ്കര ബ്രില്യന്റ് ആക്ട്രസ് ആണ്. പക്ഷേ ഒരു പെൺകുട്ടി അവരൊരു നൈറ്റ് ക്ലബ്ബിൽ പോവാണെങ്കിൽ ആ വസ്ത്രം നന്നായി അവർക്ക് ചേരും. അപ്പോൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഒരു കോളേജിൽ പോകുമ്പോൾ ശരീരത്തിനെ നെക്ക് ലൈൻ വളരെ താഴ്ത്തി ക്ലീവേജ് ഓവറായി എക്സ്പോസ് ചെയ്യുന്ന. താങ്കൾ നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്? ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പോകാറുണ്ട്. അവിടെ ഈ ഡ്രസ്സ് ആരും ഒന്നും പറയില്ല. അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുടെ ആ നഗ്നതാ പ്രദർശനം താങ്കൾ കാണാറുണ്ട്? അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്. ഞാൻ നൈറ്റ് ക്ലബ്ബിൽ പോകാറുണ്ട്. ഇത്തരം വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ആസ്വദിക്കാറുണ്ട്. തീർത്തോട്ടെ, നല്ല ചോദ്യമാണ്. എഗ്രിയാണ്. നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന ഡ്രസ്സ് വേറെ, അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സ് വേറെ, പള്ളിയിൽ പോകുന്ന ഡ്രസ്സ് വേറെ, കോളേജിൽ പോകുന്ന ഡ്രസ്സ് വേറെ.
അങ്ങനല്ലേ? നിങ്ങൾക്കൊന്നും അങ്ങനല്ലേ? നിങ്ങൾ നൈറ്റ് ക്ലബിൽ പോകുമ്പോ പട്ടുസാരി എടുത്തോണ്ടാണോ പോണത്? പട്ടുസാരി എടുത്ത് പോകേണ്ട സ്ഥലത്ത് താങ്കൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്നതുപോലെ തന്നെ ഹണി റോസിനും നൈറ്റ് ക്ലബിൽ പോകുന്ന ആൾക്കും അമ്പലത്തിൽ പോകുന്ന ആൾക്കും പള്ളിയിൽ പോകുന്ന ആൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. താങ്കൾക്ക് 100% എനിക്ക് ഇഷ്ടമുള്ള വിമർശനം പറഞ്ഞൂടെ? സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ മൗലികമായ അവകാശമാണ്. എന്റെ വിമർശനം എന്റെ മൗലികാവകാശമല്ലേ? ആർട്ടിക്കിൾ 19(1) എനിക്ക് തരുന്ന മൗലികാവകാശമല്ലേ എന്ന് വേണമെങ്കിൽ പഞ്ചായത്ത് എനിക്കും ചോദിക്കാം. സത്യസന്ധമായി നമുക്ക് സംസാരിക്കണ്ടേ? എന്തുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾ മൂന്നുപേരോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയം കാണും, അദ്ദേഹം വളരെ സത്യസന്ധനായിട്ട് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അമല പോൾ ധരിച്ച വസ്ത്രം ശരിയല്ലെന്ന് പറയുന്നത്? ഒരു കോളേജിൽ പോകുമ്പോൾ കോളേജിന്റെ അന്തരീക്ഷത്തെ മലീമസമാക്കും. അതിനോട് താങ്കളോട് 100% വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അടുക്കൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. അന്തരീക്ഷം മലീമസമാവുന്നതല്ല, അവരുടെ സാംസ്കാരികമായ ചുടിയാണ്. ഒരു സ്ത്രീയുടെ ക്ലീവേജ് കാണുമ്പോ അവന് കാണിക്കുന്നതോ? രാഹുൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ശരി, അല്ല മാഡം, ഇതിന് ഒരു വാക്കിനൊരു മറുപടി തരാമോ? ഞാൻ തിരിച്ചു ചോദിക്കാം. അവരുപയോഗിച്ച വാക്കാണ്, മാഡം ഉപയോഗിച്ച വാക്കാണ്, പേരറിയാത്തോണ്ടാണ് മാഡം എന്ന് വിളിക്കുന്നത്. അമല പോൾ അങ്ങനെ ക്ലീവേജ് കാണിക്കുന്ന വസ്ത്രം ഇടുന്നത് ശരിയാണോ? ശരിയാണോ അല്ലയോ? ശരിയാണോ? വിമർശിക്കുന്നത് ശരിയാണോ? അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഒരു കോളേജ് എന്ന് പറയുന്ന സരസ്വതി ക്ഷേത്രത്തിൽ പള്ളിയിലച്ചന്മാരുടെ സമക്ഷം പോകുമ്പോ, വിദ്യാർത്ഥികളുടെ സമക്ഷം പോകുമ്പോ, അതായത് മൈക്രോ മിനി സ്കർട്ടിട്ട് ഉള്ളിലെ കാര്യങ്ങൾ, ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ റിവീൽ ചെയ്ത് ക്ലീവേജ് കാണിക്കുന്ന വസ്ത്രം ഇടുന്നത് ശരിയാണോ? ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം. മാഡം അഡ്രസ് ഇടുവോ? യെസ് ഓർ നോ പറയണം. മാഡം അഡ്രസ് ഇടുവോ ഇല്ലയോ? യെസ് ഓർ നോ? ഓടിപ്പോകരുത്. യെസ് ഓർ നോ? ഡ്രസ് ഇടുന്നത് എന്റെ കംഫർട്ട് അനുസരിച്ചാണ്. അല്ല, ഈ ടോപ്പിക്ക് തുടരാൻ ശാരിക തുടരുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ അതിനോട് താങ്കളുടെ ആ വിദ്യാലയങ്ങളിൽ വ്യക്തമായി നല്ല രീതിയിൽ മറച്ചുകൊണ്ടുള്ള വസ്ത്രം ഇടണമെന്ന് താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്ന ആളായിട്ടാണ് പറയാന്നുള്ളതല്ല. അവിടെയാണ് താങ്കൾ ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഒരു മാസ്ക് വെച്ചിരിക്കുകയാണ്. ആ സത്യസന്ധതയെ ബഹുമാനിക്കുന്നു. പലപ്പോഴും നമ്മൾ ആണുങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകാനും സ്ത്രീകളുടെ കയ്യടി നേടാനും സ്ത്രീകളെക്കാൾ കൂടുതൽ ഫെമിനിസ്റ്റ് അഭിനയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമില്ല. അപ്പം അദ്ദേഹം ആരാന്നറിയില്ല, ഇനി ഞങ്ങൾ തർക്കിക്കും വേറൊരു വിഷയത്തിൽ. അദ്ദേഹം ഞാൻ അദ്ദേഹത്തെയും കൊടുക്കാൻ ശ്രമിക്കാനും സത്യസന്ധതയെ ബഹുമാനിക്കുന്നു. എനിക്കതിൽ എതിരഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ പറയുന്ന കോളേജിലേക്ക് ജൂലിയ റോബർട്ട്സ് ആണ് വരുന്നതെങ്കിൽ അവർ ഇങ്ങനത്തെ ഡ്രസ്സല്ലേ ധരിക്കുള്ളൂ. അപ്പൊ എന്ത് പറയും രാഹുൽ? ഈ ഏതെങ്കിലും വിദേശികൾ ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട്, നമ്മൾ പലപ്പോഴും ഉള്ള തെറ്റിദ്ധാരണകളാണ്, വിദേശികൾ കോളത്ത് പോകുമ്പോൾ ബിക്കിനി ഇടും, പക്ഷെ അവർ നല്ലൊരു പാർട്ടിക്ക് വരുമ്പോൾ നല്ലൊരു പരിപാടി ഇടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ എത്രയോ വിദേശികളും മറ്റും പ്രധാന പരിപാടികൾക്ക് വരുന്നു. മാന്യമല്ലാതെ വസ്ത്രം ധരിക്കുന്ന ഒരു വിദേശി, കുറച്ചുകൂടെ കൃത്യമായി മാന്യതയുടെ നല്ലൊരു സ്ത്രീ ശരീരങ്ങൾ, കുറച്ചുകൂടെ മോഹം ആരാന്ന് എനിക്കറിയില്ല, എന്താ പറയുക, അതുകൊണ്ട് വളരെ ഓപ്പണും റെസ്പെക്ട്ഫുൾ ആയി പറയുകയാണ്. ആണിന്റെ ശരീരത്തിലും സ്ത്രീയുടെ ശരീരത്തിലും നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണം. അപ്പൊ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും, എന്താണ് ഈ മറക്കേണ്ട ഭാഗങ്ങൾ? അതിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ വരാം. മറക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, പെൺകുട്ടികളുടെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും, ആൺകുട്ടികളുടെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താണ്? ഇന്റലക്ച്വൽ സത്യസന്ധതയില്ലായ്മയാണ്. എന്റെ കൈവെള്ളയാണോ പ്രൈവറ്റ് പാർട്ട്? നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. കള്ളങ്ങൾ നമ്മുടെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. നമ്മൾ സ്കൂളിൽ നിന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്നില്ലേ? പ്രൈവറ്റ് പാർട്ട് പഠിപ്പിക്കുന്നില്ലേ? ഈ പ്രൈവറ്റ് പാർട്ട് എന്താ അറിഞ്ഞൂടെ? താങ്കൾക്ക് അറിഞ്ഞൂടെ? തോന്നി കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആ പ്രൈവറ്റ് പാർട്ട് കാണിച്ച് എക്സ്പോസ് ചെയ്തു എന്നുള്ള രീതിയിൽ താങ്കൾ പറയുന്നുണ്ടല്ലോ. എന്ന രീതിയിലല്ല, എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അത് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ നാട്ടിൻ പുറത്ത് കുറെ കൊച്ചാട്ടന്മാരാണ് മുണ്ടും മടക്കി കുത്തിയിട്ട് മണ്ടയ്ക്ക് വരെ കേട്ടിട്ട് തുടയം കാണിച്ചു നടക്കുന്നുണ്ട്. അതൊന്നും അവിടെ ഈ പറഞ്ഞ വളരെ നന്നായ ചോദ്യം റേസ് ചെയ്ത് 100% തെറ്റാണ്.
അത് എന്തുകൊണ്ടാണ്? താങ്കളുടെ ഉള്ളിലും അത് ഉള്ളതുകൊണ്ടാണ്. അതായത് താങ്കൾ ഇപ്പം പറയുന്നത് എന്താ, അങ്ങനെ ആണ് തെറ്റ് ചെയ്യുമ്പോൾ ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അല്ല, അത് കറക്റ്റ് ആണ്. അല്ലല്ല, താങ്കൾ പറയുന്നത് സത്യമാണ്. അതായത് പലപ്പോഴും നമ്മുടെ സിനിമയിലടക്കം ആണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാർ നമ്മുടെ അമ്പലപ്പറമ്പുകളിൽ പല വേദികളിലും അങ്ങനെ മോശമായി ശരീരത്തിന്റെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ പലപ്പോഴും നമ്മൾ കോൾ ഔട്ട് ചെയ്യാറില്ല. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അതായത് പലപ്പോഴും ഞാൻ സ്ത്രീകളോട് അംഗീകരിക്കുന്ന ഒരു കാര്യം, പുരുഷൻ തെറ്റ് ചെയ്താൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ കുറവാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം പുരുഷൻ ആസ്വദിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ കാണുന്ന എല്ലാ സ്ത്രീകളുടെ അടുത്ത് അവരുടെ വസ്ത്രധാരണം കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം തോന്നുന്നത് അത് വേറെ എന്തോ അസുഖമാണ്. താങ്കൾക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കണ്ടിട്ട് അതേ ലൈംഗിക ഉത്തേജനം വളരെ പോയിന്റഡ് അല്ലേ? സൗന്ദര്യം ആസ്വദിക്കുന്നതും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് രണ്ടല്ലേ? ശരി ശരി, താങ്കൾ അതിനെ ആസ്വദിക്കുമോ? ആസ്വദിച്ച് ഉത്തേജനം ഉണ്ടാവോ ഇല്ലയോ? സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ അമല, ഈ സ്ത്രീകളൊന്ന് ജനറലൈസ് ചെയ്യുന്ന എന്തിനാ? അമല, താങ്കൾ സെയിന്റ് ആൽബർട്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അതെന്റെ മുന്നേ കൊണ്ട് നിർത്താം. അപ്പൊ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു താങ്കൾ കണ്ടില്ലേ? ആ വിഷ്വൽസ് ഒന്നും കണ്ടില്ല? ഞാൻ കണ്ടില്ല. കണ്ടതെല്ലാം ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ അതൊന്നും പഠിക്കണ്ടേ? ഇനി രണ്ട്. അപ്പൊ താങ്കൾ അതിന് ഉത്തരം പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ. ഇനി ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ചോദിക്കാം. ഇദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് ശരിയോ? ഒരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്ത്രീകളുടെ ഇതേ കാണുമ്പോഴത്തേക്കിന് വസ്ത്രധാരണം കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം പുരുഷന്മാർക്ക് തോന്നുന്നു അതായിട്ടാന്നൊക്കെ. വസ്ത്രധാരണം ഇല്ലായ്മ കണ്ടിട്ട് പറയട്ടെ, എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവിടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ ഒരു കൊച്ചു കുറ്റിനെയാണെങ്കിൽ അസഫാക്കല എന്ന് പറയുന്ന മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അത് എന്ത് വസ്ത്രധാരണത്തിന്റെ പേരിലാണ്? അയാൾ പെർവോർട്ട് ആയതുകൊണ്ടാണ്. അങ്ങനെ പെർവോർട്ടുള്ള സ്ഥലത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കാണോ അമല പറഞ്ഞത്? അപ്പൊ അവിടെ വസ്ത്രമല്ല പ്രശ്നം. അങ്ങനെ എഴുതിയിലാണ് താങ്കൾ ഉത്തരം പറയാത്തോണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇനി താങ്കൾ ഉത്തരം പറയാത്തോണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം. യെസോ നോയോ ഇപ്പോൾ പറഞ്ഞു? ഒരു മിനിറ്റ് തരാം, ഉത്തരം പറയാം. യെസോ നോ പറയാമോ? ഒരു മിനിറ്റിൽ പറഞ്ഞോളൂ. എന്തിനാണ് കാര്യം എന്താ? പറയാനുള്ള പേടിയും എനിക്ക് കാണുന്ന എല്ലാ സ്ത്രീകളുടെ വസ്ത്രധാരണം കമ്മിറ്റ് ചെയ്യാനോ എന്തിനാ മടി? താങ്കൾ വിശ്വസിച്ച് ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കാം. താങ്കൾക്ക് അമലാപോളിന്റെ ആ വസ്ത്രധാരണം കാണുമ്പോൾ താങ്കൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ ലൈംഗിക എന്തോ രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഞാൻ തിരിച്ച് മറുപടി പറയും. താങ്കൾക്ക് ഉത്തേജനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം, എളുപ്പം ട്രീറ്റ് ചെയ്യണം, പെട്ടെന്ന് ശരി. ഇനി രണ്ട്, ഇത് കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇനി എന്റെ മറുപടി ഇത് കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഉണ്ടാകുമെങ്കിൽ താങ്കൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നില്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്. ലൈംഗിക ഉത്തേജനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്. ഞരമ്പുകളില്ലാത്തതിന്റെ പ്രശ്നമാണ്. പുള്ളിക്ക് ഞരമ്പുകളില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇനി ഞാൻ തിരിച്ച് മാഡത്തിന് എന്തിനാണ് ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഇതേപോലെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെങ്കിൽ ഇഷ്ടമുള്ള വിമർശനം കേൾക്കേണ്ടി വരും. അമലാപോളിന് വസ്ത്രധാരണം എന്തോ ആവാം, ബാക്കിയുള്ളവർ മിണ്ടിക്കൂടെ? അമലാപോളിന് പെർവേർട്ടിന് വസ്ത്രമിടാവോ? എന്താണ് താങ്കൾ പറഞ്ഞ പറയുന്നു. ഇത് കാണുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. ഒരാളുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ എന്ത് അധികാരത്തിലാണ് നമ്മൾ വിമർശിക്കേണ്ടത്? എന്തുകൊണ്ട് പറ്റില്ല? അഭിപ്രായ സ്വാതന്ത്ര്യം ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലല്ലല്ലോ. അമലാപോളിന്
വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വിമർശന സ്വാതന്ത്ര്യവും എനിക്കില്ലേ? ആ വിമർശനം 100% താങ്കൾക്കുണ്ട്. അതായത് ഞാൻ എന്നോടാണ് ചോദ്യം, ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് താങ്കൾ പറഞ്ഞു വിമർശന സ്വാതന്ത്ര്യം എന്ന്, അത് 100% അംഗീകരിക്കുന്നുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ വിദ്യാലയത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്ന താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിച്ച ആളാണ് ഞാൻ. പക്ഷെ താങ്കൾ പറഞ്ഞൊരു ചോദ്യം, താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താങ്കൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അമല പോളിന്റെ ക്ലേവേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവും എന്ന് ചോദിച്ചു. എനിക്കുണ്ടാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കൾ എടുത്ത വായിക്ക് താങ്കൾ പറഞ്ഞ മറുപടി, തനിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് താങ്കൾ അർജന്റായിട്ട് ഒരു ആശുപത്രിയിൽ പോകണം, ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞു. ഞാനപ്പോ താങ്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഒരു 30 സെക്കൻഡ് എനിക്ക് ഉണ്ടാവും, ഞാനത് കൺക്ലൂഡ് ചെയ്യാം. താങ്കൾ ചോദിച്ചതിന് താങ്കളോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇങ്ങനെ അമല പോളിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ ക്ലവേജ് കാണുമ്പോൾ താങ്കൾക്ക് ആ നിന്ന നിപ്പിൽ, അതിപ്പം താങ്കളിപ്പോ ബാത്റൂമിലാണെങ്കിൽ ബാത്റൂമിൽ, താങ്കളിപ്പോ ബസ്സിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ, താങ്കൾ കാറിൽ പോകണമെങ്കിൽ ക്ലവേജ് കണ്ടോടെ താങ്കൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ താങ്കൾക്ക് ഞരമ്പ് രോഗമാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് എന്തോ ലൈംഗിക ശേഷിയുടെ ഉദാഹരണം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ എന്ത് പറയും? ഇനി മറുപടി. അങ്ങനെ ക്ലീവേജ് കാണുമ്പോഴോ പെൺകുട്ടി അല്ല എന്താ പറയാ, 1.5 മിനിറ്റ് എടുത്തിട്ട് തിരിച്ചാ മറുപടി കേൾക്കണ്ടേ? എനിക്ക് 30 സെക്കൻഡ് തന്നുള്ളൂ. താങ്കൾ 15 സെക്കൻഡ് തരാം. താങ്കൾ പറയുന്നു അതിനുശേഷം 30 സെക്കൻഡ് മിണ്ടരുത്. 100% താങ്കൾ സംസാരിക്കുന്നതിന് കൃത്യമായ മറുപടി എഴുതാൻ എന്റെ ആയുഷ്കാല സാധനം ഉണ്ട് എന്റെ. അപ്പൊ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞു ലൈംഗിക ഉത്തേജനം ഉണ്ടാകാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് പോയി ആശുപത്രിയിൽ കണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് ഞരമ്പ് രോഗമാണ് എന്ന് താങ്കളോട് ഞാൻ ചോദിച്ചു. അപ്പോ താങ്കൾ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യമുള്ളത്? 22 സെക്കൻഡായി. ഇതേ 22 സെക്കൻഡ് തിരിച്ചു പറഞ്ഞോളൂ. അങ്ങനെ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടിട്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഞരമ്പുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അവിടെയാണ് പുരുഷന്മാരുടെ ലൈംഗികത വൈഡുമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത. അവിടെയാണ് പുരുഷന്റെ കണ്ണിന് മാന്യത വേണം, സ്ത്രീയുടെ വസ്ത്രത്തിന് മാന്യത വേണമെന്ന് വിശുദ്ധ പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്റെ ലൈംഗികത താങ്കൾക്ക് എങ്ങനെ? എന്റെ ലൈംഗികത താങ്കൾ കണ്ടോ? എന്റെ ബെഡ്റൂമിലെ ലൈംഗികത താങ്കൾ കണ്ടോ? ബെഡ്റൂമിലെ ലൈംഗികതയല്ല, പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികത ബ്രെയിനിലാണ്, ബെഡ്റൂമിലല്ല. ഈ ലൈംഗികത ബ്രെയിനിലാണ്. ആ ബ്രെയിനിൽ താങ്കൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ എനിക്കും ഉണ്ടാകണമെന്ന് താങ്കൾ നിശ്ചയിക്കാൻ താങ്കൾ ആരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ബ്രെയിനിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അവന്റെ താങ്കൾ ട്രീറ്റ്മെന്റ് എടുക്കണം ഞാൻ പറഞ്ഞാലോ? എന്തിനാണ്? കാര്യം ഇതാണ് സ്വാഭാവികം, ഇതാണ് സഹജം. ലൈംഗികത അളക്കാനുള്ള മെഷീൻ താങ്കളുടെ ഉണ്ടോ? മറ്റുള്ളവരുടെ ലൈംഗികത അളക്കാനുള്ള മെഷീൻ കൊണ്ടാണ് താങ്കൾ ഒരിക്കലുമല്ല. പക്ഷേ മറ്റുള്ളവർക്ക് ലൈംഗികത ഇല്ലെന്ന് താങ്കൾ പറയുന്നത് താങ്കളോട് കള്ളം പറയുകയാണ്. രാഹുലീഷ് പറഞ്ഞു വരുന്നത് എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളാണ്. ഈ ഫ്ലോറിൽ നിൽക്കുന്ന പുരുഷന്മാരടക്കം എല്ലാവരും എന്താണ് കാര്യങ്ങൾ പറഞ്ഞു? ഇതിനെയാണ് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാത്ത കാര്യത്തെ നിഷേധിക്കാൻ നോക്കുന്നതിന് അർത്ഥമില്ല. യഥാർത്ഥത്തിൽ എല്ലാ പുരുഷന്മാരുടെയാണ് കേട്ടോ. സാർ ഒരു മിനിറ്റ് ചേച്ചി. അപ്പൊ താങ്കൾ പറയുന്നതിനോട് 100% ഞാൻ കൃത്യമായ മറുപടി താങ്കൾ തന്നുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ചാനലിന്റെ ഇത് മാനിച്ചുകൊണ്ട് ഞാൻ ഇത് അഴിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ആ നിലപാടിനോട് ഒരു ലെവലേഷൻ യോജിപ്പില്ല. താങ്കളാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നത്. ആദ്യം യോജിച്ചത് താങ്കളാണ്. അമലപോളിന്റെ വിഷയത്തിൽ ആദ്യം യോജിച്ചത് താങ്കളാണ്. ഞാൻ അത് 100%. കാരണം യോജിക്കേണ്ടതിനോട് യോജിക്കുകയും യോജിക്കേണ്ടാത്തതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് എന്റെ വ്യക്തിത്വം. കാരണം അല്ലാതെ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ആ പോയിന്റോട് വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ കൃത്യമായിട്ട് വസ്ത്രം ധരിക്കണം. അത് തന്നെയാണ് കുട്ടികൾ കാണുന്നത്. ഇവർ ചോദിച്ചാലോ എന്തിനാണ്? എന്തിനാണ് ഈ വിദ്യാർത്ഥികൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാലോ? ഞാൻ ചോദിക്കില്ല, അവർ ചോദിച്ചാലോ? അവരോട് യോജിക്കുന്നത്. അപ്പൊ കൃത്യമായ മറുപടി ഉണ്ട്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ അനുസരിച്ച് നമുക്കൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. സംസ്കാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ താങ്കൾ പറയുന്ന നിലപാടുകൾക്ക് ഒരു പുഷ്പഹാരം നൽകുന്നു. ഒറ്റ കാര്യം പറയട്ടെ, നമ്മുടെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാതെ അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കുട്ടികൾക്ക് പഠിക്കാൻ മുത്തുച്ചിപ്പി കൊടുക്കണമെന്ന് ചോദിക്കുന്ന നിലവാരം ഉള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ കുട്ടികൾക്ക് ഒരു സ്ത്രീയോട് എന്തായാലും ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ടീനേജ് പ്രായമാകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിന്റെ അടുത്ത് ആ ഒരു അട്രാക്ഷൻ തോന്നും, സൗന്ദര്യം ആസ്വദിക്കും, ഉത്തേജനം തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ ആൾക്കാരെ റെസ്പെക്ട്
എങ്ങനെ റെസ്പെക്ടോടുകൂടി കാണണമെന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നിടത്താണ് നല്ലൊരു നിലവാരമിരിക്കുന്നത്. 100%. അത് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാതെ അവരുടെ നോട്ടം ശരിയാവുന്നില്ല, അവരുടെ വസ്ത്രധാരണം ശരിയാവുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് ഇതാണ് നിങ്ങൾ പറയുന്നതിൽ ഇരിക്കുന്നത്? ആ ഒരു വരി മാത്രമേ വ്യത്യാസമുള്ളൂ. ആ നോട്ടം ശരിയാകണം, വസ്ത്രധാരണം ശരിയാകണം. നോട്ടം ശരിയാവുന്നില്ല, വസ്ത്രധാരണം ശരിയാവുന്നില്ല. നോട്ടം ശരിയാകണം, വസ്ത്രധാരണം ശരിയാകണം. ഇത് രണ്ടും ഇനി ഒരു കാര്യം യോജിച്ചോണ്ടൊരു കാര്യം പറയട്ടെ. ആദ്യം ശരിയാകേണ്ടത് ഇനി ഒരു വരി നേരത്തെ അധ്യാപകമാർ അമല പോൾ വസ്ത്രം ധരിച്ചതുപോലെ പോയാൽ നീ അംഗീകരിക്കുമോ? അത് അവരുടെ ഇഷ്ടമല്ലേ? എന്താ അറിയാമോ, അത് അംഗീകരിക്കില്ലെന്ന് പറയാൻ ഞാൻ മറുപടി പറയാം. അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ വളരെ മോശമായിട്ട് സാരി ഉടുത്ത് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്ന വസ്ത്രം മറുപടി പറഞ്ഞോട്ടെ. ഈ ക്ലിപ്പ് അതേപോലെ ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞ വരി എക്സാക്ട്ലി ഞാൻ കുത്തും കോമയും വെച്ച് പറയാം. അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ മോശമായി വസ്ത്രം ധരിക്കുന്ന ടീച്ചർമാർ സാരി സ്ത്രീകൾ സാരി പുള്ളിയോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞ ശരിയാണോ? പുള്ളിയോട് ചോദിക്കരുത്, ഞാൻ തീർക്കട്ടെ. അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ മോശമായി വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോലും അമലാപ്പോളിന്റെ വസ്ത്രധാരണം മോശമാണെന്ന അഭിപ്രായം. അതുകൊണ്ടാണ് പറയുന്നത് അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണോ? അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ മോശമായി വസ്ത്രം ധരിച്ചെന്ന് പറയുമ്പോ അമലാപ്പോൾ മോശമായിട്ട് വസ്ത്രം ധരിച്ചു അംഗീകരിച്ചില്ലേ? നല്ല വസ്ത്രം എന്നൊരു ഡെഫിനിഷൻ എന്താണ്? ഞാൻ ചോദിച്ചത് അല്ല, ഞാൻ സിമ്പിൾ ഒരു മലയാളം ചോദ്യം, വളരെ ലളിതമായ ഒരു മലയാളം ചോദ്യം താങ്കളോട് ചോദിക്കാം ഒരു സ്ത്രീ എന്ന നിലയിൽ. ഇദ്ദേഹം പറഞ്ഞ എന്താ? പുള്ളി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ? അമലാപ്പോൾ വസ്ത്രം ധരിച്ചതിനേക്കാൾ മോശമായി വസ്ത്രം സാരി ധരിച്ചു വരുന്ന ആൾക്കാരുണ്ടെന്നല്ലേ പറഞ്ഞു. അത് നിങ്ങൾ കേട്ടില്ലേ? ഒരു സത്യം പറഞ്ഞ അംഗീകരിക്കാൻ മടി കാണിച്ചത് എങ്ങനെയാ? ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പുള്ളിയെ കോട്ട് ചെയ്ത് ശരിയാണോ? താങ്കൾ അതിനു പോലും ശരിയാണോ? താങ്കൾ പറയുന്നത് പച്ച മലയാളത്തിൽ വളച്ചൊടിക്കുക എന്നതാണ്. മോശം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അല്ലാതെ എനിക്ക് സ്വയമേ തിരുത്തു. അമലാപ്പോൾ ധരിക്കുന്നതിനേക്കാൾ മോശമായി വസ്ത്രം ധരിച്ചു വരുന്ന ടീച്ചർമാർ എന്ന വാക്ക് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഇദ്ദേഹമല്ലേ പറഞ്ഞു? ഞാനാണോ? അതിനേക്കാൾ മോശം അദ്ദേഹം പറയുന്നത് ഇവിടെയാണ് ഈ സുഹൃത്ത് അനുവർത്തിച്ച ബൗദ്ധിക സത്യസന്ധത നമുക്ക് വേണമെന്ന് പറയാം. താങ്കളെ ഞാൻ സംബോധന ചെയ്തറിയാലോ, സവർണ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് താങ്കളെ ഞാൻ സംബോധന. ആര്യ ബ്രാഹ്മണ സവർണ വലതുപക്ഷ ഹിന്ദു ആക്ടിവിസ്റ്റ്. ഓ താങ്കൾ പ്രൗഡാണ്. സംശയം എന്താ? ഈ സവർണ എന്ന് ഞാൻ പറഞ്ഞതിൽ താങ്കൾ വളരെ പ്രൗഡാണ് ആണല്ലോ. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജനിച്ച കുടുംബം അങ്ങനെയുള്ളതല്ലേ. ഇപ്പൊ അല്ലെന്ന് പറയാൻ പറ്റൂ? ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റൂ? താങ്കൾ പിന്നെ അരയന്മാരുടെ സമ്മേളനത്തിൽ അതുകൊണ്ടാണ് പോകുന്നത്. ചരിത്രപരമായി ഞങ്ങൾക്ക് തെറ്റുപറ്റി. അല്ല, ചരിത്രപരമായി ഞങ്ങൾക്ക് തെറ്റുപറ്റി. ആ തെറ്റ് ഏറ്റു പറയാനും അവരോട് ക്ഷമ ചോദിക്കാനും അത് ചരിത്രത്തിൽ പറ്റിയ തെറ്റുകളാണെന്ന് മലയാളിമാരോട് പറയാനും വേണ്ടിയാണ് പോകുന്നത്. എന്റെ സ്വത്വത്തിന് തെറ്റുപറ്റിയെന്ന് ആ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കാതെ എങ്ങനെ എനിക്ക് ഓണപ്പ് ചെയ്യാൻ പറ്റുക? എന്റെ സ്വത്വത്തിനും ഞങ്ങളുടെ ചരിത്രത്തിനും നമ്മുടെ പിന്നോക്ക സമുദായങ്ങളോട് തെറ്റുപറ്റി. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാൻ പലപ്പോഴും US-ലും വെളിയിലൊക്കെ സ്പീച്ച് റൂമും പറയാറുണ്ട്, ഞാൻ കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. അപ്പോ ചരിത്രത്തിൽ ഈ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, നിനക്കൊക്കെ വട്ടാണ്, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഈ വലതുപക്ഷ ആക്ടിവിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ വലതുപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ തന്നെ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന പോലെ അല്ല, ഈ വലതുപക്ഷം എന്ന് പറയുമ്പോൾ തീവ്ര നിലപാടുള്ള ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ് താങ്കൾ. അല്ല, തീവ്രതയില്ല, മധ്യ മൃദു നിലപാടുള്ള സെന്റർ റൈറ്റ് എല്ലാ കാലത്തും ഒരിക്കലും എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു സമുദായത്തെ ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞിട്ട് കാണിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറയാം. ഞാൻ കൃത്യമായിട്ട് കാണിച്ചു. 24 ന്യൂസിൽ മുമ്പൊരിക്കൽ താങ്കൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തില് പത്തനംതിട്ട ജില്ലയില് എനിക്ക് തോന്നുന്നു കടമ്പനാട് ആ ഒരു ഏതോ ഒരു സ്ഥലപ്പേരാണ് താങ്കൾ പറഞ്ഞത്, കുമ്പനാട്. അവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം ഇപ്പം ജനിക്കുന്ന ഹിന്ദു കുട്ടികളുടെ എണ്ണം കുറവാണ്
എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും, അല്ലെങ്കിൽ താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്, എങ്ങനെയാണ് ഹിന്ദു കുട്ടികൾ എന്ന് താങ്കൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും? മനുഷ്യ കുട്ടികൾ എന്ന് താങ്കൾക്ക് ഒരു വരിയിൽ പറഞ്ഞോട്ടെ. കേരള സെൻസസ് എല്ലാ വർഷവും കേരള സെൻസസിൽ എത്ര ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ജനിക്കുന്നു എന്ന് ജനിച്ചു. എന്റെ കുടുംബത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഇസ്ലാം മത വിശ്വാസിയായതിനാൽ എന്റെ കുടുംബത്തിൽ ജനിക്കുന്നവൻ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് പോകുന്നു. താങ്കൾ ഹിന്ദു സവർണനായതിനാൽ താങ്കളുടെ വീട്ടിൽ ജനിക്കുന്ന താങ്കൾക്കും ദീപ രാഹുൽ ഈശ്വരനും ജനിക്കുന്ന താങ്കളുടെ രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്ന ക്രിസ്ത്യാനി സമൂഹത്തിൽ അങ്ങനെ പോകുന്നു. അപ്പൊ താങ്കൾ എന്തിനാണ് അതിനെ ഇങ്ങനെ മനുഷ്യനാണ് ജനിക്കുന്നത്, അല്ലാതെ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിമും അല്ല. അപ്പൊ താങ്കൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം പ്രീണനവും താങ്കൾ ഇപ്പോൾ വേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കൾ ഇപ്പോൾ വളരെ താഴ്ന്ന രീതിയിൽ കിടക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കൾ സംസാരിക്കുന്നത് മുഖം മൂടി ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. മറുപടി പറഞ്ഞോളൂ. എല്ലാ വർഷവും കേരള ഗവൺമെന്റ് എന്തിനാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളെ കണക്കെടുക്കുന്നത്? മനുഷ്യ കുട്ടികളെ കണക്കെടുത്താൽ പോരെ? അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തുകൊണ്ടാ വേണ്ടത്? ജാതി സെൻസസ് വേണം. എന്തുകൊണ്ടാ വേണ്ടത്? കാര്യം ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്നവരുടെ കണക്കുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂലേ? ജാതി സെൻസസ് വേണം. പക്ഷേ ജനിക്കുന്ന കുട്ടികൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് നോക്കുന്ന ഉള്ളിലെ താങ്കളുടെ ഉള്ളിലുള്ള സവർണ്ണ ഉപബോധ മനസ്സ്. ചോദ്യം ചോദിച്ചോട്ടെ. ഒരാളെ ഇപ്പൊ ഇതേ പറഞ്ഞല്ലേ, ജനിക്കുന്ന കുട്ടികളെ എന്തിനാണ് ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും മുസ്ലിം എന്നും നോക്കുന്നത്? അതിനെയാണ് സെൻസസ് എന്ന് വിളിക്കുന്നത്. അല്ല, സെൻസസ് എന്ന് പറഞ്ഞാൽ കണക്കെടുപ്പ്. ഈ കണക്കെടുപ്പിൽ അദ്ദേഹം ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വർഷവും കേരള ഗവൺമെന്റ് എത്ര ഹിന്ദു കുട്ടികൾ ജനിക്കുന്നു? ഞാൻ വേണമെങ്കിൽ കൃത്യം കണക്കും പറയാം. 1,80,000 സംതിങ് ഹിന്ദു കുട്ടികളും ഏകദേശം 1,90,000 അറൌണ്ട് 2 lakhs. ഇതുവരെ ഞങ്ങൾ ഈ ഇരിക്കുന്ന 5 പേർ ഇന്ന് വരെ അങ്ങനെ ഒരു കണക്കെടുത്തിട്ടില്ല. താങ്കൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കാണുന്നു. നമ്മൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? നിങ്ങൾ 5 പേരും എടുക്കാത്ത സാധനം താങ്കൾ 1,97,000 അത് ഓരോ അണു ഇവിടെ ഇല്ലാതെ താങ്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ 100% താങ്കളുടെ ഉള്ളിൽ താങ്കൾ മതം കാണുന്നു. പിന്നെ എന്തിനാണ് താങ്കൾ അഭിനയിക്കുന്നത്? താങ്കൾ എന്തിനാണ് ഇസ്ലാം പ്രചരണം ചെയ്യുന്നത്? താങ്കൾ മോദി ഭക്തനല്ല. താങ്കൾ മോദി ഭക്തനല്ല. ഇനി ചോദ്യം അല്ല, താങ്കൾ ചോദിച്ചു. അബ്സല്യൂട്ട്ലി നോ. താങ്കൾ മോദി ഭക്തനല്ല. മോദി ഭക്തനല്ല. താങ്കൾ ജനം ടിവിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്യുന്നു. ജനം ടി വി ഫോളോ ചെയ്യുന്നത് 16 പേരെ താങ്കൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിൽ 11 മാധ്യമങ്ങളുള്ള ഈ കേരളത്തിൽ താങ്കൾ ആകെ ഫോളോ ചെയ്യുന്നത് ജനം ടി വി ആണ്. ഞാൻ പറഞ്ഞത് ജനം ടി വി ആണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്താ? അപ്പൊ താങ്കൾക്ക് ആ വർഗീയത കാണാൻ ഇഷ്ടം കൊണ്ടാണ്? ജനം ടി വി മീഡിയ വണ്ണിനെ എല്ലാം ഫോളോ ചെയ്യുന്നു. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മീഡിയ വണ്ണിനെ താങ്കൾ ഫോളോ ചെയ്യുന്നില്ല, ജനം ടി വിയെ താങ്കൾ ഫോളോ ചെയ്തപ്പോൾ താങ്കൾ ആ വർഗീയത കാണാൻ മീഡിയ വണ്ണിനെ ഫോളോ ചെയ്തു. മറുപടിയാണ് മീഡിയ വണ്ണിനെയും ഇനി വേറെ ഏതാ ചാനല്? വീക്ഷണം, കോൺഗ്രസിന്റെ വീക്ഷണം. മീഡിയ ഫോളോ ചെയ്തേക്കാം. ഇനി 2 ആ ചോദ്യം നേരത്തെ ഞാൻ നേരിട്ട് താങ്കളുടെ സെൻസസിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. താങ്കൾക്ക് ചോദ്യം കേൾക്കണ്ടേ? താങ്കൾക്ക് ചോദ്യം ചോദിച്ചാൽ ഉത്തരം വേണ്ടേ? ശരി, സെൻസസിന്റെ കാര്യം താങ്കൾ ചോദിച്ചില്ലേ? എന്തുകൊണ്ടാണ് മതം തിരിച്ച് കണക്ക് നോക്കുന്നത്? കേരള ഗവൺമെന്റ് എല്ലാ വർഷവും മതം തിരിച്ച് കണക്കെടുക്കുന്നുണ്ട്. ഇനി അടുത്ത പറയുന്നതാണ് പോയിന്റ്. ഹിന്ദു കുട്ടികളുടെ എണ്ണം കേരളത്തിൽ ക്രമാതീതമായി കുറയുന്നുണ്ട്. ഇത് വളരെ എവിഡന്റ് ആയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതാണ് സംഭവിക്കുന്നത്. ഇനി ഒരു വരി കൂടെ പറയാം. എന്തുകൊണ്ട് മതം നോക്കുന്നു? ഇനി ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിൽ യെസ് ഓർ നോ. ഇനി ഞാൻ യെസ് ഓർ നോ ഉത്തരം പറയണമല്ലോ. ഇവരോട് നിർബന്ധിച്ചാൽ പാടല്ലോ. ഞാൻ മതം നോക്കുന്ന വ്യക്തിയാണോ? 100% ഞാൻ മതം നോക്കുന്ന വ്യക്തിയാണ്. 100% ഞാൻ മതം നോക്കുന്ന വ്യക്തിയാണ്. 101% ഞാൻ മതം നോക്കുന്ന വ്യക്തിയാണ്. മറുപടി പറയാനേ, തീർത്തോട്ടെ. ആ മതം നോക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. തീർത്തോട്ടെ, ആ മറുപടി ഒരു ലൈൻ തീർത്തോട്ടെ. ആ മതം നോക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഹിന്ദുക്കളെ, ഇത് ക്രിസ്ത്യാനികളെ, ഇത് മുസ്ലിങ്ങളെ കാണിക്കുന്നതാണെന്ന്. താങ്കളുടെ വ്യാഖ്യാനമല്ലത്. ഇന്ത്യൻ ഭരണഘടനയിൽ B.R. അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏപ്രിൽ 13 വെറുതെ ഇപ്പം മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നോക്കണേ. ഏപ്രിൽ 13, 1921 ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത പിൻഗാളി വെങ്കയ്യയും കളർ കോഡ് കൊടുത്ത മഹാത്മാഗാന്ധിയും യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എടുത്തെഴുതുന്നുണ്ട്. പറയുമല്ല, ഈ സാഫ്രൻ കാണിക്കുന്നത് ഹിന്ദുക്കളെ, വെള്ള കാണിക്കുന്ന ക്രിസ്ത്യാനികളെ, പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെ. ഇതാണ് നമ്മുടെ നാടിന്റെ ആത്മാവ്.
മതം നോക്കണ്ടെന്നല്ല, മതങ്ങളെ ചേർത്ത് നിർത്തണം. ഇതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ത്യൻ കൊടിയാണ് എന്റെ രാഷ്ട്രീയം എന്ന്. ആ രാഷ്ട്രീയത്തിന്റെ കൊടിയാണ്. ഇനി നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയാണോ താങ്കൾക്ക് ഇഷ്ടം, നരേന്ദ്രമോദിയാണോ? എനിക്ക് നരേന്ദ്രമോദിയാണ് 1 ഇഞ്ച് കൂടുതൽ. എന്തുകൊണ്ടാണ്? കാര്യം നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് കുറച്ചുകൂടെ മെച്ചമാണ്. ലീഡർഷിപ്പ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങളോ? അത് എല്ലാ ആശയങ്ങളോട് യോജിപ്പ്. താങ്കൾ ഇസ്ലാം വിരുദ്ധനാണോ? ഒരിക്കലും അല്ല. അപ്പൊ താങ്കൾ മോദിയെ ഇഷ്ടപ്പെടുന്ന മോദി ഇസ്ലാം വിരുദ്ധനല്ല. ഞാൻ 100% മോദി ഇസ്ലാം വിരുദ്ധനോ മുസ്ലിം വിരുദ്ധനോ അല്ല. 100% മോദി ഇസ്ലാമിക വിരുദ്ധനാണ്. പെറ്റു പെരുകുന്നവർ എന്ന് പറഞ്ഞത് 2002 ഗുജറാത്ത് കലാപത്തിൽ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ വയറ് കീറി തുരന്നെടുത്ത് കൊന്നിട്ട് 2500-3000 പേർ മരണപ്പെട്ടിട്ട് ആ മരിച്ചു പോയവരൊക്കെ എന്താ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് മരിക്കുന്ന പട്ടികളെ പോലെയാണെന്ന് പറഞ്ഞ അദ്ദേഹം പറയട്ടെ ഉത്തർപ്രദേശ് 100% പറയാം. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 20%-ഉം 80%-ഉം തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. ആ 20% ഈ പെറ്റു പെരുകുന്നവർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാർ അല്ലെങ്കിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് 5 കൃത്യമായിട്ട് അതിനൊരു ഹിന്ദി പദമുണ്ട്, ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. 5 നിങ്ങൾക്ക് 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന മുസ്ലിം മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം യുവാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവർ പെറ്റു പെരുകാൻ വേണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഓർത്തു നോക്കണം, മരണപ്പെട്ട് കിടക്കാൻ കുടിയില്ലാതെ ഒരു കടത്തിണ്ണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ കിടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ ഇസ്ലാമിക വിരുദ്ധനല്ലെന്ന് പറയാൻ താങ്കൾക്ക് ലജ്ജയില്ലേ? ചോദിക്കുകയാണ്. ഇനി മറുപടി പറയാം. താങ്കൾ ഈ പറഞ്ഞ അത്രയും സമയം എനിക്ക് തന്നാൽ നരേന്ദ്രമോദിയുടെ ഒരുപാട് പോളിസികൾ നല്ലതാണ്. എന്നാൽ ചില പോളിസികൾ, അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാജസ്ഥാനിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൂടാത്തൊരു കാര്യം പറഞ്ഞു. ഹിന്ദു സ്ത്രീകളുടെ താലിമാല പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പേരെടുക്കാത്ത രീതിയിൽ പറഞ്ഞു. അത് 100% തെറ്റാണ്. കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്തത് 100% തെറ്റാണ്. കാശ്മീരി ഫയൽസിനെ പ്രൊമോട്ട് തീർന്നില്ല. ചോദ്യം ചോദിക്കുന്നതിന് അത്രയെങ്കിലും സമയം ഉത്തരം പറയാൻ തരണ്ടേ? കൂടുതൽ വേണ്ട. പക്ഷേ നരേന്ദ്രമോദിയുടെ ജനറൽ പോളിസീസ് നോക്കിയാൽ എന്തിന് 3 ദിവസം മുമ്പ് നമ്മുടെ വിക്രാന്ത് മിശ്രി എന്ന കാശ്മീരി പണ്ഡിറ്റിനെയും കാശ്മീരി ഹിന്ദുവിനെയും സോഫിയ ഖുറേഷി സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കിയാലും അദ്ദേഹം വർഗീയവാദിയാണ്. എല്ലാ നല്ല ഗുണങ്ങളും ആ വർഗീയവാദം എന്ന് പറയുന്ന അല്ല, താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സെൻസിറ്റീവായ കാര്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്കും ബഹളം കൊടുത്ത് മറുപടി പറയാനും അല്ല, മറുപടി കേൾക്കണ്ടേ? അല്ല ഒരു സെൻ ഇത് തീർക്കും. ഈ മറുപടി ഒറ്റ വരിയെ എടുക്കൂ. 3 ദിവസം മുമ്പ് നിങ്ങൾ പോലും എടുത്തു നോക്കൂ. നരേന്ദ്രമോദിയും ആർമിയും പ്രസന്റ് ചെയ്ത് ആരെയാണ്? വിക്രാന്ത് മിശ്രി എന്ന കാശ്മീരി ഹിന്ദുവിനെയും സോഫിയ ഖുറേഷി എന്ന മുസ്ലിമിനെയും നമ്മുടെ വ്യോമിക സിംഗ് എന്ന സിഖ് അല്ലെങ്കിൽ ഏതോ അതേപോലെ അതും കൂടെ നോക്കി ഈ ബാലൻസിനാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സന്തുലനവും ബാലൻസുമാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് താല്പര്യമുള്ളപ്പോൾ മതവും നമുക്ക് താല്പര്യമില്ലാത്തതും മതേതരവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഇരിക്കുന്ന എറണാകുളം ഇതൊരു ലത്തീൻ കത്തോലിക്ക ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ശശി തരൂർ മത്സരിക്കാത്തത്. ശശി തരൂർ വിശ്വപൗരനാണ്. ഞാൻ ശശി തരൂരിന്റെ ഫാനാണ്. പക്ഷേ ശശി തരൂർ നായർ ഹിന്ദു സമൂഹത്തിൽ പെടുന്ന വ്യക്തിയാണ്. അതാണ് തിരുവനന്തപുരത്തുനിന്ന് മത്സരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാറോ മറ്റോ മലപ്പുറത്തുനിന്ന് മത്സരിക്കുന്നത് അത് കുറെ കൂടെ മുസ്ലിം ഡോമിനേറ്റഡ് ആണ്. താങ്കൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് ചെയ്യുന്ന ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതാണ് ഈ കൊടിയുടെ അർത്ഥം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച്. എന്നിട്ട് താങ്കൾ രാഹുൽ ഗാന്ധിയെ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദിയാണ്. വർഗീയതയല്ല, സാമുദായികത യാഥാർത്ഥ്യമാണ്. വർഗീയത അപരമത വിദ്വേഷമാണ്. അത് നമുക്ക് വേണ്ട. അപ്പൊ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം പറയട്ടെ. എന്താണെങ്കിലും മാസ്ക് എന്നാണ് ഇവരുടെ പേര്. താങ്കൾക്ക് ഈ മാസ്ക് തീർച്ചയായും ഞാനും കൂടെ താങ്കൾ വെക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ വെക്കാം. തീർച്ചയായും ഞാനും കൂടെ വെക്കാം. അത് എടുക്കുകയും ചെയ്യണം. ഇത് ഈ മാസ്ക് ആരാ ഡിസൈൻ ചെയ്യുന്നറിയില്ല. ഞാൻ ഇവരുടെ മുഖത്തെല്ലാം നോക്കിയപ്പോ ആ മാസ്ക് നല്ല രസമായി, ഞാൻ പറയുന്ന കേൾക്കാം അല്ലേ, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നല്ലേ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, എന്നെ വിളിച്ചതിന് താങ്ക് യു. ഇത്തരം ഇന്നോവേറ്റീവായ പരിപാടികൾ തീർച്ചയായും നമ്മൾ ചെയ്യണം. അത്തരം എന്താ പറയുക, അതിന് കുറച്ചൊരു ഫൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു കോൺഫ്രണ്ടേഷൻ എലിമെന്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ ആ മാസ്ക് ഒരുപാട് പേർക്ക് അവരെ തന്നെ റിയലൈസ് ചെയ്യാനും ചില ചോദ്യങ്ങൾക്ക് ഇനിയും നമ്മൾ കൂടുതൽ ചിന്തിക്കണമെന്നും ഒക്കെ തോന്നിക്കാനും ഉള്ളൊരു സ്പേസ് ഉണ്ടാകും. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.